ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശിയും 2 പാവം പെൺകുട്ടികളും ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ഒരുപാട് കോഴികളും താറാവുകളും പിന്നെ ഒരു പൂവൻ കോഴിയും ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ പക്ഷികളെ പരിപാലിച്ചും നൂൽ നെയ്തുമാണ് ഉപജീവനമാർഗം കണ്ടെത്തിയത്. തടിച്ച് നല്ല ഭംഗിയുള്ള പൂവൻ കോഴി എല്ലാ ദിവസവും രാവിലെ 4 മണിയാവുമ്പോൾ കൂവാൻ തുടങ്ങും. കൊക്കരക്കോ കോ. ഇത് കേട്ട ഉടനെ മുത്തശ്ശി വന്ന് പെൺകുട്ടികളെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് അവർ അവരുടെ ജോലി തുടങ്ങും. എന്നാൽ പെൺകുട്ടികൾക്കാകട്ടെ കുറച്ചു നേരം കൂടി കിടന്നുറങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എങ്ങനെ സാധിക്കും? അവർ ആലോചിച്ചു. ഈ പൂവൻ കോഴി കാരണമല്ലേ ഞങ്ങൾക്കിത്ര നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അവനില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാം. അങ്ങനെ കരുതി അവർ അന്ന് രാത്രിയിൽ ആ പാവം പൂവൻ കോഴിയെ കൊന്നുകളഞ്ഞു. എന്നിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ടു. പാവം മുത്തശ്ശി തൻ്റെ കോഴിയെ തിരക്കി അവരെല്ലായിടവും നോക്കി. പക്ഷേ എങ്ങും കണ്ടില്ല. അവസാനം അവർ കരുതി എൻ്റെ കോഴിയെ കുറുക്കൻ പിടിച്ചുകൊണ്ട് പോയതായിരിക്കും. അതേസമയം പെൺകുട്ടികൾ അതീവ സന്തോഷവതികളായിരുന്നു. തങ്ങൾക്കിനി എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാമല്ലോ. അങ്ങനെ ചിന്തിച്ച് അവർ ഉറങ്ങാൻ വേണ്ടി പോയി. എന്നാലോ പാതിരാത്രി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അവരെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, എഴുന്നേക്കൂ കുട്ടികളെ, ഇനി കിടന്നുറങ്ങണ്ട. ഇനിയും കിടന്നുറങ്ങിയാൽ ഒരു പക്ഷേ നമ്മൾക്ക് സമയത്ത് എഴുന്നേക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നമ്മളെ എഴുന്നേൽപ്പിക്കാനായി പൂവൻ കോഴിയും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ജോലി ആരംഭിക്കാം. പെൺകുട്ടികൾ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊരു തിരിച്ചടി അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പൂവൻ കോഴി ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് 4 മണിവരെയെങ്കിലും കിടന്നുറങ്ങാമായിരുന്നു. ഇതിപ്പോൾ രാത്രി മുതലേ ജോലി ആരംഭിക്കേണ്ടി വന്നല്ലോ. തങ്ങൾ ചെയ്ത തെറ്റിനെ ആലോചിച്ച് അവർ പശ്ചാത്തപിച്ചു.